ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു നാജി നോട്ട്സ്. നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് KTU 2024 സ്കീം സിവിൽ എഞ്ചിനീയറിംഗിലെ ഇൻട്രൊഡക്ഷൻ ടു മെക്കാനിക്കൽ ആൻഡ് സിവിൽ എഞ്ചിനീയറിംഗ് എന്ന സബ്ജക്റ്റിലെ തേർഡ് മൊഡ്യൂളിലെ ബിൽഡിംഗ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ന ടോപ്പിക്കാണ്. ഇത് ഈ മൊഡ്യൂളിൻ്റെ ലാസ്റ്റ് ടോപ്പിക്കാണ്. സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം നമുക്ക് നാഷണൽ ബിൽഡിംഗ് കോഡ് NBC കുറിച്ച് നോക്കാം. എന്താണത്? നാഷണൽ ബിൽഡിംഗ് കോഡ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ സെറ്റ് ഓഫ് റൂൾസ്. ഒരു സെറ്റ് ഓഫ് റൂൾസ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു സ്പെസിഫൈ മിനിമം സ്റ്റാൻഡേർഡ്സ് ഫോർ കൺസ്ട്രക്റ്റഡ് ഒബ്ജക്ട്സ്. നമ്മളൊരു ഒബ്ജക്റ്റ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ബിൽഡിങ്സ് അല്ലെങ്കിൽ നോൺ ബിൽഡിംഗ് സ്ട്രക്ചേഴ്സ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അതിന് നമ്മൾ കൊടുക്കേണ്ട മിനിമം സ്റ്റാൻഡേർഡ്സ് എന്തൊക്കെയാണ്, എന്തെല്ലാം നോക്കണം എന്ന് സ്പെസിഫൈ ചെയ്തിട്ടുള്ള ഒരു സെറ്റ് ഓഫ് റൂൾസിനെയാണ് നാഷണൽ ബിൽഡിംഗ് കോഡ് അല്ലെങ്കിൽ കോഡ് എന്ന് പറയുന്നത്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ കോഡ് അല്ലെങ്കിൽ സെറ്റ് ഓഫ് റൂൾസ് ഉണ്ടാക്കിയിരിക്കുന്നത്? ടു പ്രൊട്ടക്ട് പബ്ലിക് ഹെൽത്ത്, സേഫ്റ്റി ആൻഡ് ജനറൽ വെൽഫെയർ. പബ്ലിക് ഹെൽത്ത്, സേഫ്റ്റി ആൻഡ് ജനറൽ വെൽഫെയർ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ബിൽഡിംഗ് കോഡ്സ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് സാധാരണ ജനറലി ഇത് അപ്ലൈ ചെയ്യുന്നത് ആർക്കിടെക്ട്സ്, എഞ്ചിനീയേഴ്സ്, കൺസ്ട്രക്ടേഴ്സ് ആൻഡ് റെഗുലേറ്റേഴ്സ് ആണ്. അതേസമയം ചില ആവശ്യങ്ങൾ അനുസരിച്ച് എന്ത് പർപ്പസിനാണോ, ചില പ്രത്യേക പർപ്പസിന് വേണ്ടിയിട്ട് മറ്റുള്ള ആൾക്കാർ, അത് ആരൊക്കെ? സേഫ്റ്റി ഇൻസ്പെക്ടേഴ്സ്, എൻവയോൺമെന്റൽ സയന്റിസ്റ്റ്, റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പേഴ്സ്, സബ് കോൺട്രാക്ടേഴ്സ്, മാനുഫാക്ചറേഴ്സ് ഓഫ് ബിൽഡിംഗ് പ്രോഡക്ട്സ് ആൻഡ് മെറ്റീരിയൽസ്, ഇൻഷുറൻസ് കമ്പനീസ്, ഫെസിലിറ്റി മാനേജേഴ്സ്, ടെനൻസ് ആൻഡ് അതേഴ്സ്. മറ്റുള്ളവരും പ്രത്യേക എന്താണോ അവരുടെ ആവശ്യം, ആ പർപ്പസ് അനുസരിച്ച് അവർ ഈ കോഡ് യൂസ് ചെയ്യാറുണ്ട്. ബട്ട് ജനറലി ഇത് യൂസ് ചെയ്യുന്നത് ആരാണ്? ആർക്കിടെക്ട്സ്, എഞ്ചിനീയേഴ്സ്, കൺസ്ട്രക്ടേഴ്സ് ആൻഡ് റെഗുലേറ്റേഴ്സ്. അതാണ് നാഷണൽ ബിൽഡിംഗ് കോഡ്. ഇനി ദിസ് കോഡ് ഹാസ് 12 പാർട്സ്. ഈ കോഡിന് 12 പാർട്സ് ഉണ്ട്. ഏതൊക്കെയാണ്? പാർട്ട് 0 ഇന്റഗ്രേറ്റഡ് അപ്രോച്ച്, പാർട്ട് 1 ഡെഫിനിഷൻസ്, പാർട്ട് 2 അഡ്മിനിസ്ട്രേഷൻ, Part 3 Development Control Rules and General Building Requirements, Part 4 Fire and Life Safety, Part 5 Building Materials, Part 6 Structural Design, Part 7 Construction Management Practices and Safety, Part 8 Building Services, Part 9 Plumbing Services including Solid Waste Management, Part 10 Landscape Development Science and Outdoor Display Structures, Part 11 Approach to Sustainability and Part 12 Assets and Facility Management. ഇങ്ങനെ 12 പാർട്സ് ആണ് ഈ നാഷണൽ ബിൽഡിംഗ് കോഡിന് ഉള്ളത്. ഇനി അടുത്തത് നമുക്ക് കോസ്റ്റൽ റെഗുലേഷൻ സോൺ CRZ എന്താന്ന് നോക്കാം. എന്താണ് കോസ്റ്റൽ റെഗുലേഷൻ സോൺ? ദി കോസ്റ്റൽ ലാൻഡ് അപ് ടു 500 meter from the high tide line and a stage of 100 meter along banks of creeks, estuaries, backwater and rivers subject to tidal fluctuations. അതായത് ഹൈ ടൈഡ് ലൈനിൽ നിന്ന് 500 മീറ്റർ വരെയും. എന്താണ് ഈ ഹൈ ടൈഡ് ലൈൻ? നമുക്കറിയാം വേവ്സ് എങ്ങനെയാ പോകുന്നത്, ഇങ്ങനെയായിരിക്കും പോവുക അല്ലേ. ഇതിൽ ഏറ്റവും ഹയസ്റ്റ് പോയിന്റ്, അതായത് ഈ പോയിന്റ്, ഈ റൈസിങ് ടൈഡിന്റെ ഏറ്റവും ഹയസ്റ്റ് പോയിന്റ്, ലാൻഡുമായിട്ട് മേക്ക് ചെയ്യുന്ന ഏറ്റവും ഹയസ്റ്റ് പോയിന്റിനെയാണ് ഹൈ ടൈഡ് ലൈൻ എന്ന് പറയാം. ഈ ഹൈ ടൈഡ് ലൈനിൽ നിന്നും 500 മീറ്റർ വരെയും, അതുപോലെ എസ്റ്റുറീസ്, ക്രീക്സ്, റിവേഴ്സ്, ബാക്ക് വാട്ടേഴ്സ് പോലെ ടൈഡൽ ഫ്ലക്ച്വേഷൻ സംഭവിക്കാൻ സാധ്യതയുള്ള റിവേഴ്സിന്റെ, ക്രീക്സിന്റെ, എസ്റ്റുറീസിന്റെയോ ബാക്ക് വാട്ടേഴ്സിന്റെ എല്ലാം തീരത്ത് ഒരു 100 മീറ്റർ വരെയുള്ള സ്ഥലവും, ഇതെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്ത ഒരു സോണാണ് കോസ്റ്റൽ റെഗുലേഷൻ സോൺ അല്ലെങ്കിൽ CRZ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ വരുന്ന റൂൾ എന്താണെന്നുള്ളതാണ് പറയാൻ പോകുന്നത്. 1986 എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം ഫെബ്രുവരി 1991 ബൈ ദ മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ആൻഡ് ഫോറസ്റ്റ് എന്ത് ചെയ്തു? കോസ്റ്റൽ ഏരിയാസിലുള്ള ആക്ടിവിറ്റീസിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നോട്ടിഫിക്കേഷൻ ഇഷ്യൂ ചെയ്തു. ആൻഡ് അക്കോർഡിംഗ് ടു ദാറ്റ് നോട്ടിഫിക്കേഷൻ അവരെന്താ പറയുന്നത്? ഇറ്റ് ഇമ്പോസ്ഡ് റെസ്ട്രിക്ഷൻ on the setting up and expansion of industries or processing plants etc. in the CRZ. അതായത് ആ നോട്ടിഫിക്കേഷൻ പ്രകാരം CRZ, ഈ കോസ്റ്റൽ റെഗുലേഷൻ സോണിൽ എന്താണ്?
ഇൻഡസ്ട്രീസോ അല്ലെങ്കിൽ പ്രോസസ്സിംഗ് പ്ലാന്റ്സോ സെറ്റപ്പ് ചെയ്യാനോ എക്സ്പാൻഡ് ചെയ്യാനോ സാധിക്കില്ല. ഇറ്റ് ഈസ് റെസ്ട്രിക്റ്റഡ്. ഇവിടെ ഇൻ ദി CRZ പറഞ്ഞ കോസ്റ്റൽ റെഗുലേഷൻ സോണിൽ പ്ലാന്റ്സ് പ്രോസസ്സിംഗ് പ്ലാന്റ്സ് അല്ലെങ്കിൽ ഇൻഡസ്ട്രി സെറ്റപ്പ് ചെയ്യാനോ എക്സ്പാൻഡ് ചെയ്യാനോ പറ്റില്ല. ഓക്കെ, ഇനി ദിസ് നോട്ടിഫിക്കേഷൻ ഇൻക്ലൂഡ്സ് ഓൺലി ദി ഇന്റർ ടൈഡൽ സോൺ മാത്രമേ ഇൻക്ലൂഡ് ആയിട്ടുള്ളൂ. അതുപോലെ തന്നെ കോസ്റ്റൽ ഏരിയാസിലെ ലാൻഡ് പാർട്ട് മാത്രം. കോസ്റ്റൽ ഏരിയ എന്ന് പറയുമ്പോൾ അതിൽ ലാൻഡ് പാർട്ടും ഉണ്ട്, ഓഷ്യൻ പാർട്ടും ഉണ്ട്. അപ്പോൾ കോസ്റ്റൽ ഏരിയാസിലെ ലാൻഡ് പാർട്ടും ഇന്നർ ടൈഡൽ സോണും മാത്രമേ ഈ നോട്ടിഫിക്കേഷനിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളൂ. ഇറ്റ് ഡസ് നോട്ട് ഇൻക്ലൂഡ് ദി ഓഷ്യൻ പാർട്ട്. കോസ്റ്റൽ ഏരിയാസിലെ ഓഷ്യൻ പാർട്ട് ഇവിടെ ഇൻക്ലൂഡഡ് അല്ല. ഓക്കെ അല്ലേ? ഇനി ഈ CRZനെ അലോങ് ദ കൺട്രി 4 കാറ്റഗറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? CRZ1, CRZ2, CRZ3 ആൻഡ് CRZ4. നമുക്ക് ഓരോന്ന് നോക്കാം. ഫസ്റ്റ് CRZ1. CRZ1 എന്ന് പറഞ്ഞാൽ ഇക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയാസ് ആണ്. അതായത് എന്താണ്? ഇറ്റ്സ് എസെൻഷ്യൽ ഇൻ മെയിൻറ്റെയിനിങ് ദി എക്കോസിസ്റ്റം ഓഫ് ദി കോസ്റ്റ്. കോസ്റ്റൽ ഏരിയാസിൻ്റെ എക്കോസിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ എസെൻഷ്യൽ ആയിട്ടുള്ളൊരു സോണാണ് CRZ1 എന്ന് പറയുന്നത്. ഇറ്റ് ലൈസ് ബിറ്റ്വീൻ ലോ ആൻഡ് ഹൈ ടൈഡ് ലൈൻ. നമ്മൾ നേരത്തെ ഹൈ ടൈഡ് ലൈൻ എന്താണെന്ന് പറഞ്ഞു. അതായത് ഒരു വേവ് ഇങ്ങനെ പോകുമ്പോൾ അതിൻ്റെ റൈസിങ് ടൈഡിലെ ഹയസ്റ്റ് പോയിന്റ് ആണ് ഹൈ ടൈഡ് ലൈൻ. ഇനി അതിൻ്റെ ഡിക്രീസിങ് ടൈഡിൻ്റെ ലോവസ്റ്റ് പോയിന്റ് ആണ് ലോ ടൈഡ് ലൈൻ എന്ന് പറയുന്നത്. ഈ ഹൈ ടൈഡ് ലൈനിൻ്റെയും ലോ ടൈഡ് ലൈനിൻ്റെയും ഇടയിലുള്ള ഒരു സോണാണ് CRZ1 എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് നാച്ചുറൽ ഗ്യാസ് എക്സ്പ്ലോർ ചെയ്യാനും സോൾട്ട് എക്സ്ട്രാക്ട് ചെയ്യാനും പെർമിറ്റഡ് ആണ്. ഓക്കെ, ഇനി സെക്കൻഡ് സോണാണ് CRZ2 എന്ന് പറയുന്നത്. അത് ഒരു ബിൽറ്റപ്പ് ഏരിയ ആണ്. അതായത് ഏരിയ അപ് ടു ഷോർ ലൈൻ ഓഫ് ദ കോസ്റ്റ്. കോസ്റ്റിൻ്റെ തീരത്ത് ഷോർ ലൈൻ ഓഫ് ദ കോസ്റ്റിൽ വരുന്ന ഒരു സോണാണ് CRZ2 എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് അൺഓതറൈസ്ഡ് ആയിട്ടുള്ള കൺസ്ട്രക്ഷനോ സ്ട്രക്ചേഴ്സോ ഒന്നും കാണാൻ സാധിക്കില്ല. അതൊന്നും അവിടെ ഉണ്ടാവില്ല. അതുപോലെ റൂറൽ ആൻഡ് അർബൻ ഏരിയാസും ഇവിടെ ഇൻക്ലൂഡഡ് അല്ല, ആർ നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദിസ് സോൺ. അപ്പോൾ ഈ റൂറൽ ആൻഡ് അർബൻ ഏരിയാസ് എവിടെയാണ് വരുന്നത്? അത് വരുന്നത് CRZ3യിലാണ്. റൂറൽ ആൻഡ് അർബൻ ലൊക്കാലിറ്റീസ് വിച്ച് ഫോൾ ഔട്ട്സൈഡ് ദി 1 and 2. ഓക്കെ, ഇനി ഇവിടെ ഒരു ചെറിയ രീതിയിലുള്ള അഗ്രികൾച്ചറും സം പബ്ലിക് ഫെസിലിറ്റീസും അലൗഡ് ആണ് CRZ3യിൽ. ഓക്കെ, ഇനി അടുത്തത് CRZ4. അതെവിടെയാണ് വരുന്നത്? ഇറ്റ് ലൈസ് ഇൻ ദി അക്വാട്ടിക് ഏരിയ അപ് ടു ടെറിട്ടോറിയൽ ലിമിറ്റ്സ്. ടെറിട്ടോറിയൽ ലിമിറ്റ്സ് വരെയുള്ള അക്വാട്ടിക് ഏരിയയിൽ വരുന്ന സോണാണ് CRZ4 എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഫിഷിംഗ് ആൻഡ് സം അലൈഡ് ആക്ടിവിറ്റീസ് പെർമിറ്റഡ് ആണ്. അതുപോലെ തന്നെ സോളിഡ് വേസ്റ്റ് ഇവിടെയാണ് ലെഫ്റ്റ് ഓഫ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം അത്രയാണ് CRZ അതിൻ്റെ കാറ്റഗറീസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി അടുത്ത സെറ്റ് ഓഫ് റൂൾസ് ആണ് കേരള ബിൽഡിംഗ് റൂൾസ്. അതായത് നമ്മുടെ കേരളത്തിൻ്റെ എൻവയോൺമെൻറ്റ് ആൻഡ് ലാൻഡ്സ്കേപ്പ് അനുസരിച്ച് കേരളത്തിന് മാത്രമായിട്ടൊരു സെപ്പറേറ്റ് ബിൽഡിംഗ് റൂൾ ഉണ്ട്. അതാണ് കേരള ബിൽഡിംഗ് റൂൾസ് KBR 1999 എന്നാണ് അതിനെ പറയുക. ഓക്കെ, ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ഫോർ ഓൾ മുനിസിപ്പാലിറ്റി ഇൻ കേരള. കേരളത്തിലെ എല്ലാ മുനിസിപ്പാലിറ്റിയിലും അത് ആപ്ലിക്കബിൾ ആണ്. അതുപോലെ തന്നെ സം പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ബിൽഡിങ്സ് ആസ് ഫോളോസ്. അതായത് നമ്മളിപ്പോൾ ഒരു ബിൽഡിങ്ങിനെ കൺസ്ട്രക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ അതിനെ ഓൾട്ടർ ചെയ്യുകയോ ചെയ്യുമ്പോൾ നമ്മൾ കേരള ബിൽഡിംഗ് റൂൾസ് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ ഒരു ബിൽഡിങ്ങിൻ്റെ യൂസ് അല്ലെങ്കിൽ അതിൻ്റെ ഒക്യുപ്പൻസിക്ക് എന്തെങ്കിലും ചേഞ്ച് വരുത്തുക, അല്ലെങ്കിൽ നമ്മളൊരു ബിൽഡിങ്ങിനെ എക്സ്റ്റെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് അതിൻ്റെ പാർട്ട് അല്ലെങ്കിൽ ഹോൾ ഫുള്ളായിട്ട് അല്ലെങ്കിൽ അത് ആ ബിൽഡിങ്ങിൻ്റെ ഒരു ഭാഗം നമ്മൾ റിമൂവ് ചെയ്യുക. പിന്നെ അതുപോലെ നമ്മൾ പെർമിറ്റ് ആപ്ലിക്കേഷൻ റിന്യൂവലിന് വേണ്ടിയിട്ട് എക്സെട്ര അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മൾ കേരള ബിൽഡിംഗ് റൂൾസ് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ബിൽഡിംഗ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ന ടോപ്പിക് നമ്മൾ നോക്കി. സോ ഇതോടുകൂടി മൊഡ്യൂൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മൊഡ്യൂളിലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒന്ന് നോക്കാം, ഒന്ന് ക്വിക്ക് റിവൈസ് ചെയ്യാം. So first question, explain relevance of civil engineering in the overall infrastructural development of the country. നമ്മൾ കുറച്ച് പോയിന്റ്സ് പഠിച്ചായിരുന്നു. അത് ജനറൽ ഇൻട്രൊഡക്ഷൻ ടു സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫസ്റ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ അത് പോയി കാണുക. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഡീറ്റെയിൽഡ് ആയിട്ട് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആൻഡ് സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡിസ്കസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ പ്ലിന്ത് ഏരിയ ആൻഡ് കാർപ്പറ്റ് ഏരിയ.
എന്താണ് പ്ലിന്ത് ഏരിയ? പ്ലിന്ത് ലെവലിലുള്ള ഏരിയ ആണ് പ്ലിന്ത് ഏരിയ. അപ്പോൾ എന്താണ് പ്ലിന്ത് എന്നുള്ളത് ഓർക്കണം. ദെൻ കാർപ്പറ്റ് ഏരിയ എന്തായിരുന്നു? യൂസബിൾ ഏരിയാസ് ആണ് കാർപ്പറ്റ് ഏരിയ. ബട്ട് ഈ രണ്ടിലും ചില ഏരിയാസ് ഇൻക്ലൂഡ് ചെയ്യണം, ചിലത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അത് കാണുക. അതുപോലെ നമ്മളിപ്പം ഈ ക്വസ്റ്റ്യനിൽ പ്ലിന്ത് ഏരിയ ആൻഡ് കാർപ്പറ്റ് ഏരിയ ആണ് ചോദിച്ചത്. മേ ബി ക്വസ്റ്റ്യൻ വരുമ്പോൾ ഫ്ലോർ ഏരിയ ചോദിക്കാം. നമ്മൾ ഒരുപാട് ഏരിയാസ് അവിടെ പഠിച്ചായിരുന്നു. ഫ്ലോർ ഏരിയ റേഷ്യോ പഠിച്ചായിരുന്നു. അതിന് അതെന്ത് വേണമെങ്കിലും ചോദിക്കാം. ഓക്കെ, അപ്പം എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. The next question, list out the types of buildings as per occupancy. Explain any two each in about 5 sentences. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന ടൈപ്സ് ഓഫ് ബിൽഡിംഗ് ആസ് പെർ ഒക്യുപ്പൻസി ആണ്. ആസ് പെർ ഒക്യുപ്പൻസി ബിൽഡിങ്സ് ക്ലാസിഫൈഡ് ആസ് 9 ഉണ്ട്. ടൈപ്പ് എ, ബി, സി, ഡി, ഇ, എഫ്, ജി, എച്ച്, ഐ ഇല്ല, ജെ. ഇങ്ങനെ 9 ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിച്ചു. റെസിഡൻഷ്യൽ ബിൽഡിംഗ്, എഡ്യൂക്കേഷണൽ ബിൽഡിംഗ്, ഇൻഡസ്ട്രിയൽ ബിൽഡിംഗ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിൽഡിംഗ്, ഹസാർഡസ് ബിൽഡിംഗ്, സ്റ്റോറേജ് ബിൽഡിംഗ്. ഇങ്ങനെ നമ്മൾ ഒരുപാട് ടൈപ്സ് ഓഫ് ബിൽഡിംഗ് ആസ് പെർ ഒക്യുപ്പൻസി പഠിച്ചിരുന്നു, ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിരുന്നു. അപ്പോൾ അതെല്ലാം ലിസ്റ്റ് ഔട്ട് ചെയ്യുക. അതിലേതെങ്കിലും 2 എണ്ണം എക്സ്പ്ലെയിൻ ചെയ്യാനോ ആണ് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ അല്ലേ? ദെൻ നെക്സ്റ്റ് വരുന്നത് ഡിസ്കസ് ദി കമ്പോണൻസ് ഓഫ് എ ബിൽഡിംഗ്. ബിൽഡിംഗ് കമ്പോണൻസ് നമ്മൾ പഠിച്ചതായിരുന്നു. എന്തൊക്കെയാ? ഡോർസ് ആൻഡ് വിൻഡോസ്, വാൾസ്, റൂഫ്, ഫ്ലോർ. ഇങ്ങനെ നമ്മളൊരു ബിൽഡിങ്ങിൻ്റെ കമ്പോണൻസ് നമ്മൾ പഠിച്ചായിരുന്നു. അത് ഡിസ്കസ് ചെയ്യാനാണ് ഈ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് വാട്ട് ആർ ദി മേജർ ഡിസിപ്ലിൻസ് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ് ആൻഡ് എക്സ്പ്ലെയിൻ ദ റൂൾ ഇൻ ദി ഇൻഫ്രാസ്ട്രക്ചറൽ ഫ്രെയിംവർക്ക്. മേജർ ഡിസിപ്ലിൻസ് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ രണ്ടാമത് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ അതിൽ പോയി കാണുക. അതിൽ ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ് ജസ്റ്റ് ഒന്ന് റിക്കലക്ട് ചെയ്താൽ, നമ്മളവിടെ സർവേയിങ് പഠിച്ചു, വാട്ടർ റിസോഴ്സസ് എഞ്ചിനീയറിംഗ്, എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ്, ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ്. ഇങ്ങനെ നമ്മൾ മേജർ ഡിസിപ്ലിൻസ് ഓഫ് എഞ്ചിനീയറിംഗ് കണ്ടു. അതുപോലെ തന്നെ അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് റോൾ നമ്മളവിടെ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ആ വീഡിയോ അവിടെ പോയി കാണുക. ദെൻ നെക്സ്റ്റ് വരുന്നത് എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് NBC, KBR ആൻഡ് CRZ നോംസ് ഇൻ ബിൽഡിംഗ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പ്രിവെയിലിംഗ് ഇൻ അവർ കൺട്രി. ഇത് ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തേ ഉള്ളൂ ഈ ടോപ്പിക്ക്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ക്വിക്ക് റിവിഷൻ. ജസ്റ്റ് ഈ മൊഡ്യൂളിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങൾ, അതുപോലെ ഒരു ക്വസ്റ്റ്യൻ്റെ മോഡൽ എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ വരിക എന്നുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. ചുരുക്കി പറഞ്ഞാൽ എല്ലാ ടോപ്പിക്കും ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാം പഠിക്കണം. ഒരു 4, 5, 6, 7 ഏത് റേഞ്ചിൽ വേണമെങ്കിലും ക്വസ്റ്റ്യൻ വരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്തു. ഈ മൊഡ്യൂളിൽ എല്ലാ ടോപ്പിക്സും നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ ഒരു ക്വിക്ക് റിവിഷൻ കണ്ടു, എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ള ഒരു മോഡൽ നോക്കി, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്തു. സോ ഇനി നിങ്ങൾക്ക് ഇതിലേതെങ്കിലും ടോപ്പിക്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ടു കമൻറ്റ് ബിലോ. ഐ എം ഹിയർ ടു ഹെൽപ്പ് യു. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതും അറിയിക്കുക. ഇനി ഞാൻ ഏതെങ്കിലും സബ്ജക്റ്റ് ഫോക്കസ് ചെയ്യണം, ഏതെങ്കിലും ടോപ്പിക്സ് ഇടണം എന്നുണ്ടെങ്കിൽ ഡു സജസ്റ്റ്. ദെൻ ഇനിയും ഇതുപോലത്തെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് enable the notification button. So see you in the next video. Thank you.